റമീസ്, ഈ അവിടുത്തെ ഇന്നത്തെ ചാലിയാർ പുഴയുടെ തെരച്ചിൽ, അതിൻ്റെ ഉൾഭാഗങ്ങളിലെ തെരച്ചിൽ, ഈ ഉരുൾപൊട്ടി ഒഴുകിപ്പോയ പ്രദേശങ്ങളിലൂടെ ഉള്ള തെരച്ചിൽ, അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു ERF സംഘം. എന്തൊക്കെയാണ് ഇന്നത്തെ തെരച്ചിലിൻ്റെ പ്രത്യേകതകൾ? അജിംഷാദ്, ചാലിയാർ പുഴ ഈ ഒരു ഉരുൾപൊട്ടലിൽ പ്രധാനപ്പെട്ടൊരു പരിശോധന കേന്ദ്രം തന്നെയാണ്. കാരണം 40 കിലോമീറ്ററോളം നീളമുള്ള ഈ ചാലിയാർ പുഴയിൽ നിന്ന് ഏകദേശം ഒരുപാടധികം മൃതദേഹങ്ങളും മൃതദേഹ ശരീരഭാഗങ്ങളൊക്കെയും തന്നെ ലഭിച്ചിട്ടുണ്ട്. ഈ പുഞ്ചിരിമട്ടത്തിൽ നിന്നും പ്രഭവ കേന്ദ്രത്തിൽ നിന്നും ഉരുൾപൊട്ടിയ ആ ഉരുൾപൊട്ടൽ നേരെ ചെന്ന് പതിച്ചത് ചാലിയാർ പുഴയിലാണ്. അങ്ങനെയാണ് നിലമ്പൂർ ഭാഗത്ത് നിന്നൊക്കെയും തന്നെ കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ചത്. ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ആദ്യഘട്ട പരിശോധനകളെല്ലാം തന്നെ കഴിഞ്ഞു. ഇപ്പോൾ അവസാന ഘട്ടത്തിലാണുള്ളത്. അവസാന ഘട്ടത്തിൽ വിദഗ്ധമായ സംവിധാനങ്ങളൊക്കെയും തന്നെ ഉപയോഗിച്ചുകൊണ്ടും കൂടുതൽ സന്നാഹങ്ങൾ അവിടെ ഇറക്കിയുമാണ് പരിശോധന. ഇന്നും നാളെയുമാണ് ചാലിയാറിൽ വിശദമായ പരിശോധന നടക്കുന്നത്. ഇവിടെ സർക്കാർ ടീം മാത്രമാണ് തിരച്ചിൽ നടത്തുന്നത്. NDRFൻ്റെയും പോലീസിൻ്റെയും 10ഓളം വീതം ഉള്ള അംഗങ്ങളും ഫയർഫോഴ്സിൻ്റെയും ഫോറസ്റ്റ് വകുപ്പിൻ്റെയും 20ഓളം വരുന്ന ആളുകളുമാണ് ഇവിടെ പരിശോധനയ്ക്കിറങ്ങുന്നത്. എന്ന് വെച്ചാൽ വിദഗ്ധരായ വൈദഗ്ധ്യം നേടിയ പരിശീലനം സിദ്ധിച്ച 60 അംഗ സംഘം. സന്നദ്ധ പ്രവർത്തകർ ആ കൂട്ടത്തിലില്ല. കാരണം അപകടം പിടിച്ച ഭാഗങ്ങളാണ്, ഉൾപ്രദേശമാണ്. കൂടുതൽ പരിശീലനമില്ലാതെ അവിടെ ചെന്നെത്തിയാൽ മറ്റു പല അപകടങ്ങൾക്കും സാധ്യതയുണ്ടാകാം. മുൻപ് ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്, സൂചിപ്പാറയിലും മറ്റും ഇത്തരത്തിൽ പരിശോധനയ്ക്കിറങ്ങിയ ആളുകളെ പിന്നീട് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. അതിനാൽ തന്നെ കൂടുതൽ പരിശീലനം സിദ്ധിച്ച ആളുകളാണ് ഈ ഉൾപ്രദേശങ്ങളിൽ പരിശോധന നടത്തുന്നത്. നേരത്തെ ഉള്ളതിൽ നിന്ന് മാറി ഇന്ന് 5 സെക്ടറായാണ് പരിശോധന. അതിൽ ഒന്നാമത്തെ സെക്ടറാണ് ഇത്തരത്തിൽ പരപ്പൻപാറ മുതൽ മുണ്ടേരി ഫാം വരെ. നേരത്തെ തീരുമാനിച്ചത് 7 മണിക്ക് പരിശോധന തുടങ്ങി ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി പരപ്പൻപാറയിൽ എത്തുന്ന രീതിയിലാണ്. പക്ഷേ ഹെലികോപ്റ്ററും മറ്റും എത്തുന്നതിന് ഒരല്പ കാലതാമസമുണ്ടായി. എന്തായാലും സേന അവിടെ പരിശോധന ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പുറമെ സെക്ടർ 2 അത് രണ്ടാം ഭാഗമാണ്. പാണൻകായ വനപ്രദേശമാണ്. അതും ഒരു വനപ്രദേശമായതിനാൽ കൂടുതൽ വിദഗ്ധർ തന്നെയാണ് ആ ഭാഗങ്ങളിലെല്ലാം തന്നെ പരിശോധനയ്ക്ക് ഇറങ്ങുന്നത്. എങ്കിലും 10 സന്നദ്ധ പ്രവർത്തകർ ഈ ഒരു സേനയിൽ ഉൾപ്പെടുന്നുണ്ട്. 50 അംഗ സംഘമാണ് ഇത്തരത്തിൽ അവിടെ പരിശോധന നടത്തുക. സെക്ടർ 3യിൽ പാണൻകായ മുതൽ പൂക്കോട്ടു മന വരെയാണ് പരിശോധന നടത്തുന്നത്. അവിടെയും അതുപോലെ തന്നെ പൂക്കോട്ടു മന മുതൽ ചാലിയാർ മുക്ക് വരെയുള്ള ഇവിടം വരെ 30 അംഗ സംഘം. ഇതിൽ കൂടുതൽ സന്നദ്ധ പ്രവർത്തകരെയാണ് ഉൾപ്പെടുത്തുന്നത്. ഈ ജനകീയ തിരച്ചിൽ ഇപ്പോൾ ഈ മുണ്ടക്കൈയിൽ തന്നെ തുടരുകയാണ്. പക്ഷേ ഇന്നലെ ഉണ്ടായ 2000 എന്നൊരു കണക്ക് നിലവിൽ ഇല്ല. കാരണം ആളുകളൊക്കെയും തന്നെ കുറഞ്ഞു വരുന്നു. സന്നദ്ധ പ്രവർത്തകരൊക്കെയും തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും മുൻ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന അത്രയും ആളുകൾ നിലവിലില്ല. അത് കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടുന്നത് കുറഞ്ഞുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ പരിശോധനയിൽ ഇനിയൊരു ഫലം ഉണ്ടാവില്ല എന്നുള്ളൊരു ധാരണയിലാണ് ഇത്തരത്തിൽ ആളുകൾ കുറഞ്ഞത്. എങ്കിലും പരിശോധന ഇവിടെ വ്യാപകമായി നടക്കുന്നുണ്ട്. 130ഓളം ആളുകളെയാണ് നിലവിൽ കിട്ടാൻ ബാക്കിയുള്ളത്. ഈ ഒരു കണക്ക് തദ്ദേശ വകുപ്പും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പും ആശാ വർക്കർമാരും ഒക്കെയും തന്നെ ചേർന്ന് ക്യാമ്പുകളിലും അതുപോലെ തന്നെ റേഷൻ കാർഡുകളൊക്കെയും തന്നെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയ ഏകദേശ കണക്കാണ്. ഈ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ 130 പേരെയാണ് ഇത്തരത്തിൽ കാണാമറയത്തുള്ളത്. ഇവർക്കായുള്ള തിരച്ചിലാണ് ഇനി നടക്കുന്നത്. എന്നാലും ഈ ഒരു 14 ദിവസം വൈകിയതിനാൽ ഈ കിട്ടുന്ന ശരീരഭാഗങ്ങളൊക്കെയും തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മനുഷ്യ ശരീരമാണോ എന്ന് വ്യക്തമാകൂ എന്നാണ് അധികൃതർ നമ്മോട് വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ഇന്നലെ ഏകദേശം 3 ശരീരഭാഗങ്ങളാണ് കിട്ടിയത്. ഇതും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഇത് ആരുടേതാണെന്ന് വ്യക്തമാവുകയുള്ളൂ എന്നാണ് അധികൃതർ നമ്മളോട് പറഞ്ഞത്. എന്തായാലും പരിശോധന ശക്തമായി തന്നെ എല്ലാ മേഖലകളിലും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഗന്ധം വരുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെയാണ് കൂടുതൽ പരിശോധന നടത്തുന്നത്. എന്നാൽ മറ്റ് ജീവികളുടെ മൃതദേഹങ്ങളാണ് ഇത്തരത്തിൽ ഇങ്ങനെ കുഴിച്ചെടുക്കുമ്പോൾ തന്നെ കാണുന്നത്. ഈ മേഖലകളിലൊക്കെയും തന്നെ ഇപ്പോൾ JCB ഓപ്പറേറ്റേഴ്സും ഇപ്പോൾ പരിശോധന അവരുടെ സംവിധാനങ്ങളൊക്കെയും തന്നെ പകുതിയിലധികവും തിരിച്ചിറക്കാനുള്ള ഒരു ചർച്ചയിലാണ്. കാരണം ഈ മേഖലകളിലെല്ലാം തന്നെ ആദ്യഘട്ട പരിശോധന കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഹിറ്റാച്ചുകളും JCBകളും ഉപയോഗിച്ച് മണ്ണ് മാന്തി കൊണ്ടുള്ള പരിശോധന കഴിഞ്ഞു. അതിനുശേഷം ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയൊക്കെയും കഴിഞ്ഞു. ഇപ്പോൾ പ്രദേശവാസികളുടെ സഹകരണത്തോടുകൂടി അതുപോലെ തന്നെ ഈ പ്രദേശവുമായി കൂടുതൽ പരിചിതരായുള്ള ആളുകളൊക്കെയും ചേർന്നുള്ള പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് സംശയമുള്ള സ്ഥലങ്ങളിൽ അവർ
അവർ നേരിട്ട് സാക്ഷികളായ ആളുകളാണല്ലോ. അപ്പോൾ അവർക്ക് കൂടുതൽ പരിചിതമായ സ്ഥലങ്ങളും അവർ സംശയം പ്രകടിപ്പിക്കുന്ന സ്ഥലങ്ങളിലും മാത്രമേ ഇപ്പോൾ പരിശോധന നടക്കുന്നുള്ളൂ. നേരത്തെ പറഞ്ഞുള്ള വ്യാപകമായുള്ള ഒരു പരിശോധന നിലവിൽ ഇവിടെ ഒരു ആവശ്യമില്ല എന്നുള്ളൊരു നിഗമനത്തിലാണുള്ളത്. എങ്കിലും സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പരിശോധന നടത്തും എന്ന് സർക്കാർ വൃത്തങ്ങളെല്ലാം തന്നെ ഇന്നലെ അടക്കം വ്യക്തമാക്കിയിരുന്നു. അജിംഷാദ്. റമീസ് ആണ്. റമീസ്, അത് മാത്രമല്ല ഇന്ന് പ്രത്യേക സംഘങ്ങളുടെയൊക്കെ സന്ദർശനങ്ങളുണ്ട്. കൂടുതൽ കേന്ദ്രീകൃതമായി തന്നെ അവിടുത്തെ പുനരുദ്ധാരണങ്ങൾ സാധ്യമാക്കുന്ന പ്രവർത്തികളിലേക്കാണ് സർക്കാർ നീങ്ങുന്നത് എന്നതിൻ്റെ സൂചനകളാണ്. ഇനിയിപ്പോൾ തെരച്ചിലിൽ ഏറ്റവും കൂടുതൽ മൃതദേഹം കിട്ടാനുണ്ട് എന്ന് കരുതുന്നത് എവിടെ നിന്നാണ്? ഏത് പ്രദേശം കേന്ദ്രീകരിച്ചാണ് ഇന്ന് തെരച്ചിൽ? ഈ ചാലിയാർ പുഴ മാത്രമേ ഉള്ളൂ റമീസ്? ചാലിയാർ പുഴ കേന്ദ്രീകരിച്ച് തന്നെയാണ് കൂടുതൽ പരിശോധന. മറ്റു മേഖലകളിലെല്ലാം തന്നെ പ്രാഥമികമായും 2ാം ഘട്ടവും 3ാം ഘട്ടവും ഒക്കെ പരിശോധന കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്, ഹെലികോപ്റ്ററിൽ 12 അംഗ സംഘം പോകുന്നു. ഇപ്പോൾ 60 അംഗ സംഘമാണ് പോകുന്നത്. അപ്പോൾ ഈ ഉൾപ്രദേശങ്ങളിലും അതുപോലെ തന്നെ പാറക്കെട്ടുകൾ, മരച്ചില്ലകൾ, ഈ അടിഞ്ഞുകൂടിയ സ്ഥലങ്ങൾ, അവിടെയാണ് ഇനി പരിശോധന നടത്തേണ്ടത്. അവിടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. കാരണം ജനവാസ മേഖലകളിലൊക്കെയും തന്നെ എല്ലാവിധ പരിശോധനയും കഴിഞ്ഞതാണ്. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യം പരിശോധന സന്നദ്ധ പ്രവർത്തകരുടെയും മറ്റും നേതൃത്വത്തിൽ നടന്നു. പിന്നീട് ഹിറ്റാച്ചികളും JCBകളും ഉപയോഗിച്ച് മണ്ണ് മാന്തിക്കൊണ്ട് പരിശോധന നടത്തി. അതുപോലെ തന്നെ ഡ്രോണുകൾ ഉപയോഗിച്ച് പരിശോധന നടത്തി. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഈ ജനവാസ മേഖലയല്ലാത്ത ഉൾപ്രദേശങ്ങൾ, വനങ്ങൾ, അതുപോലെ തന്നെ ഈ ചാലിയാർ പുഴ കടന്നു പോകുന്ന ഭാഗങ്ങളാണ്. ഈ ചാലിയാർ പുഴ കടന്നു പോകുന്ന കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലൊക്കെയും തന്നെ അവിടുത്തെ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ഉൾപ്പെടുത്തി അവിടുത്തെ നീന്തൽ വിദഗ്ധരും അതുപോലെ തന്നെ അവിടുത്തെ നാട്ടുകാരുടെയൊക്കെയും സഹായത്തോടു കൂടി അവിടെ പരിശോധനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ 14 ദിവസത്തിനിടയിൽ പലയിടത്തായി നടന്നു കഴിഞ്ഞു. അവിടെ നിന്നൊക്കെയും തന്നെ ഇതുപോലെ ഈ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി മൃതദേഹങ്ങളും മൃതദേഹ ശരീരഭാഗങ്ങളും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഈ ചാലിയാറിൻ്റെ പരിശോധിക്കാത്ത ഭാഗങ്ങളിലേക്കും കൂടി പരിശോധന എത്തിക്കാനാണ്. അവിടെ ഈ യന്ത്രങ്ങളൊക്കെയും തന്നെ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ പ്രവർത്തകരെ തന്നെ അതുതന്നെ ഈ ഒരു നേരിട്ട് ആ പ്രവർത്തകരും സേനാ വിഭാഗങ്ങളും നേരിട്ട് ഇറങ്ങിയിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ ആ മേഖലകളിലെല്ലാം തന്നെ സാധ്യമാക്കുന്നത്. റമീസാണ് തെരച്ചിലിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്.